അജാനൂരിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും നടന്നു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി ഉദ്ഘാടനം ചെയ്തു. അജാനൂർ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ മടിയൻ കൃഷിഭവനിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. തിരുവാതിര ഞാറ്റുവേലയിൽ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംസ്ഥാനത്താകെ കൃഷിഭവനുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് അജാനൂരിലും പരിപാടി സംഘടിപ്പിച്ചത്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി ഉദ്ഘാടനം ചെയ്തു. എത്രമാത്രം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറ്റും അത്തരത്തിലുള്ള പ്രോത്സാഹനം കൊണ്ടാണ് അജാനൂർ ഗ്രാമപഞ്ചായത്തും ഈ നടീൽ വസ്തുക്കളുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഞാറ്റുവേല ചന്തയിൽ വിവിധങ്ങളായിട്ടുള്ള കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ഇത്തരത്തിലേക്ക് വേണ്ടുന്ന അത് പച്ചക്കറി തൈകളായാലും അതുപോലെ തന്നെ ഫലവൃക്ഷ തൈകളായാലും കായ്ഫല വൃക്ഷ തൈകളായാലും എല്ലാം ഒത്തുചേരുകയും കർഷകർക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് അവയെ കൃഷിക്കാരിലേക്ക് എത്തിക്കുകയും ഈ ഞാറ്റുവേല സമയത്ത് അത് കൃത്യമായി നടാനും ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനങ്ങളുമാണ് ഇതുമൂലം ഓരോ കർഷകർക്ക് നൽകുന്നത്. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇപ്പോൾ ഏത് തൈ നട്ടുകൊടുത്താലും ആവുന്ന ഒരു സമയമാണ് ജൂൺ മാസം, അല്ലെങ്കിൽ ഈ ഞാറ്റുവേല തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, ഇന്നിപ്പോൾ ചൂട് കൊണ്ടിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റാത്തൊരു സ്ഥിതിയിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതായത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് വരുന്ന വ്യതിയാനം എന്ന് പറയുന്നത് ചില്ലറപ്പെട്ട കാര്യമൊന്നുമല്ല. വൈസ് പ്രസിഡന്റ് മൂലക്കണ്ണം പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. MV രാഘവൻ, കാവ്യ C, കുഞ്ഞാമിന എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ കർഷകർക്ക് കവുങ്ങ്, പച്ചക്കറി, ചെണ്ടുമല്ലി, ഞാവൽ തുടങ്ങി വിവിധങ്ങളായ നടീൽ വസ്തുക്കൾ വിതരണം ചെയ്തു. കൃഷി ഓഫീസർ സന്തോഷ് ചാലിൽ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് സ്മിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.